ഹലോ, മമ്മീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ ഇന്ന് ഒരു ക്രിസ്മസ് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്, വട്ടയപ്പം. അപ്പോൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? അതിനു മുന്നേ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഈ വീഡിയോ കാണാം. അപ്പോൾ എങ്ങനെയാണ് ഈ സോഫ്റ്റ് വട്ടയപ്പം തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഇതിനായിട്ട് ഒരു കപ്പ് പച്ചരി ഒരു 2-3 മണിക്കൂർ നേരത്തേക്ക് കുതിരാൻ മാറ്റി വെക്കാം. അതിനുശേഷം അതേ കപ്പിൽ അര കപ്പ് തേങ്ങ, നല്ല കരിക്ക് തേങ്ങ എടുക്കാൻ ശ്രദ്ധിക്കാം. ആ തേങ്ങയും അരിയും കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ ഇതെല്ലാം കൂടി ഒറ്റ പ്രാവശ്യം അരച്ചെടുക്കാൻ പറ്റത്തില്ല, അപ്പൊ കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കാം. അരച്ചത് നമ്മളൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള തേങ്ങയും അരിയും കൂടി ഇട്ട് കൊടുത്തതിന്റെ കൂടെ ഒരു 1.5 സ്പൂണോളം ചോറ് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഒരു വലിയ സ്പൂണാണ് എടുത്തേക്കുന്നത്. ചോറും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി ഇതിൽ മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒപ്പം 2 ഏലക്ക, ഒരു നുള്ള ഉപ്പ്. ഇത്രയും നമുക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. അരച്ചെടുത്ത് കഴിഞ്ഞ് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 സ്പൂണ് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് കറക്കി ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 4-5 മണിക്കൂർ നേരത്തേക്ക് പൊങ്ങാൻ മാറ്റി വെക്കാം. ഇപ്പൊ നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിനി ഇത് ആവി കയറ്റി എടുക്കാം. അതിനായിട്ട് ഒരു ഇഡ്ഡലി ചെമ്പില് വെള്ളം വെച്ച് തിളച്ചതിന് ശേഷം ഇതേപോലെ ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മാവ് ഒരു അര പാത്രത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഇത് ഒത്തിരി ഒഴിച്ചു കൊടുക്കരുത്, ഇത് പൊങ്ങി വരും. ഏകദേശം പകുതിയോളം നമുക്ക് നിറച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ആവി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരിങ്ങ, എല്ലാം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പം ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഇതിൻ്റെ കൂടെ ചെറി ചേർക്കുന്നവരും ഉണ്ട്, നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചെറിയും ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 15 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. നന്നായിട്ട് ആവി കയറ്റി എടുത്തതിന് ശേഷം നമ്മുടെ നല്ല സോഫ്റ്റ് വട്ടയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ ക്രിസ്മസിൽ വരുന്ന ഈ രീതിയിൽ വട്ടയപ്പം തയ്യാറാക്കി നോക്കുക. ചെയ്യാൻ അറിയാത്തവര് ഈ അളവിൽ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് കേട്ടോ. എന്നാലാണ് ഞാൻ ഇനി ഇടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഒപ്പം ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കുക. അടുത്ത നല്ലൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് വരാം. അതുവരേക്കും ബൈ.